കവടിയാർ കൊട്ടാരത്തിൽ കവർച്ചയെന്ന് പരാതി. 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി ഗൗരിലക്ഷ്മി ഭായ് നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഗൗരിലക്ഷ്മി ഭായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പാരമ്പര്യമായി കൈമാറി വന്ന ആഭരണങ്ങളും ഇതിൽപ്പെട്ടിട്ടുണ്ട്. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ മോഷണം നടന്നെന്നാണ് സംശയിക്കുന്നത്. ജിബിൻ JB തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ജിബിൻ, എന്തൊക്കെയാണ് പ്രധാനമായി മോഷണം പോയത്? ഒരു വർഷത്തോളമായി അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് നടന്ന മോഷണമെന്നാണ് നിലവിൽ അനുമാനം. എപ്പോഴാണ് ഈ പരാതി വരുന്നത്? നിലവിൽ ഈ പരാതിയിൽ അന്വേഷണം അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സുഹേൽ, തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും അതീവ സുരക്ഷാ മേഖലയാണ് ഈ കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കാരണം രാജ്ഭവനിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം അകലെയാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല പോലീസിന്റെ റൗണ്ട്സ് എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് കവടിയാർ. അവിടെയാണ് ഇത്രയും വലിയൊരു മോഷണം. അതും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് 2025 ഒക്ടോബറിന് നവംബറിനും ഇടയിലുള്ള ഒരു സമയത്താണ് പുറത്തു നിന്നുള്ള ആരോ ഒരാൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അതിക്രമിച്ചു കയറി ഗൗരിലക്ഷ്മി ഭായിയുടെ മുറിക്കകത്തുണ്ടായിരുന്ന ഇരുമ്പ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്നാണ് ഗൗരിലക്ഷ്മി ഭായ് പോലീസിന് പരാതി നൽകിയത്. ആദ്യം ഈ പരാതി നൽകുന്നത് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുൻപ് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് പോയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി കണക്കുകൾ എടുത്തു. അതിനുശേഷം ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പേരൂർക്കുടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ഈ കേസ് പേരൂർക്കട പോലീസിന് കൈമാറുകയായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് ആസ്പദമായ സംഭവം നടക്കുന്നത് 2025, അതായത് പറഞ്ഞതുപോലെ ഏകദേശം 6 മാസം മുൻപാണ്. 6 മാസം മുൻപ് ഒക്ടോബറിനും നവംബറിനും ഇടയിലാണ്. കാരണം ഇവർക്ക് നവംബർ മാസത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കാണാനില്ല എന്നുള്ള കാര്യം അവർ അറിയുന്നതെന്നാണ് ഗൗരിലക്ഷ്മി ഭായ് പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം. തുടർന്ന് ഇവർക്ക് ഈ കൊട്ടാരത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലും മറന്നു വെച്ചോ അല്ലെങ്കിൽ മാറി വെച്ചു. കാരണം വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളാണ് പരമ്പരാഗതമായി ഈ രാജകുടുംബത്തിൽ തന്നെ പരമ്പരാഗതമായി തമ്പുരാട്ടിമാർ കൈമാറി വന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ ഇരുമ്പ് അലമാരയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേക ദിവസങ്ങളിലും ആചാരപരമായ ദിവസങ്ങളിലും മാത്രമേ ഈ സ്വർണ്ണാഭരണങ്ങൾ പുറത്തെടുക്കുകയുള്ളൂ. അങ്ങനെ എവിടെയെങ്കിലും മാറി വച്ചിരിക്കാം എന്നുള്ളൊരു സംശയത്തെ തുടർന്ന് ഇത്രയും ദിവസം കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സന്ദർശനം കഴിഞ്ഞു വന്ന ശേഷം അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് കൊട്ടാരത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയതെന്നാണ് ഗൗരിലക്ഷ്മി ഭായ് പറയുന്നത്. പക്ഷേ പോലീസ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കാരണം പുറത്തു നിന്നുള്ള ഒരാൾ അകത്തേക്ക് കയറിക്കൊണ്ട് ഈ കൊട്ടാരത്തിന്റെ അകത്ത് ഇത്രയും വലിയൊരു മോഷണം നടത്തുക എന്നുള്ളത് അത് പോലീസിനെ പോലും ഞെട്ടിക്കുന്നതാണ്. കാരണം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതീവ സുരക്ഷാ മേഖലയിലാണ്. കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലായിടത്തും സുരക്ഷാ കവാടങ്ങളുണ്ട്. അവിടെ എല്ലാം സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അകത്തു നിന്നുള്ള സ്ഥിരമായി ജോലിക്ക് എത്തുന്ന ആളുകൾക്ക് പുറമെ ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ് കൊട്ടാരത്തിന്റെ പല ചിത്രങ്ങളും പല വീഡിയോകളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല വീഡിയോകളായൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കൂടി കേന്ദ്രീകരിച്ച ഒരു അന്വേഷണമായിരിക്കും. ആരൊക്കെയാണ് ഈ കാലയളവിൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്, ആരൊക്കെ അവിടെ നിന്ന് സ്ഥിര ജോലിക്കാരാണ്, അല്ലാത്ത സന്ദർശകർ ആരൊക്കെയാണ് എത്തിയത്. അപ്പോൾ ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് കടന്നിട്ടുള്ളത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.